നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ടൈമിംഗിൽ തന്നെ എത്തി. ഞാനല്പം നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. എന്താ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അതെ മാഡം, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അന്ന് ഓഫീസിൽ വന്നപ്പോൾ മാഡം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ഞാൻ സ്വമേധയാ തന്നെ അതിന് തയ്യാറായിരിക്കുകയായിരുന്നു. കുറെ നാളായില്ലേ ഞാൻ പലതും കാണുകയും അറിയുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് അതിനൊരു സന്ദർഭം വന്നത്. ഇതാ മാഡം. മാഡം അവിടെ വന്നു പോയതിനു ശേഷം ഞാൻ വളരെ ഗൗരവത്തോടെ അവിടെ ചില പരിശോധനകൾ നടത്തി. ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത്. എത്ര വലിയ ചതി അവർ ചെയ്തിരിക്കുന്നത്. എന്റെ ഫാദർ ഇൻ ലോ വളരെ പാവമായിപ്പോയി. അതുകൊണ്ടാ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇത് എത്രയും പെട്ടെന്ന് മാഡത്തിന് കൈമാറണമെന്ന് തോന്നിയതുകൊണ്ടാ ഉടനെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒക്കെ പിന്നിൽ വലിയ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. അച്ഛനെ കൊടുക്കാനുള്ള അതിനീചമായ തന്ത്രങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം ചരടുവലികൾ നടത്തിയത് പാർട്ണർ രവിചന്ദ്രനാണ്. പഴയ മാനേജർ രവിചന്ദ്രന്റെ അടുത്ത കൂട്ടാളിയാ. അയാൾ മുഖാന്തരവാ ഈ ക്രമക്കേടുകൾ മുഴുവൻ നടത്തിയത്. വാസുദേവ് സാറ് അവര് ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തൊക്കെ ഒപ്പിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ചതിക്കുഴികളൊന്നും അച്ഛൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അച്ഛന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയ വീഴ്ചയായത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഡീലിലെ വ്യവസ്ഥ പ്രകാരം കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ ഉതകുന്ന ഏത് ഏർപ്പാടുകളും മാനേജിംഗ് പാർട്ണർക്ക് ചെയ്യാം. ആ വ്യവസ്ഥയുടെ മറവിലാണ് ഈ ചതികളൊക്കെ രവിചന്ദ്രൻ നടത്തിയത്. ഈ ക്രമക്കേടുകളൊക്കെ അച്ഛൻ നടത്തിയതാണെന്നാണ് അവര് വരുത്തി തീർത്തിരിക്കുന്നത്. പാവം അച്ഛൻ പോലും അതൊക്കെ വിശ്വസിച്ചിരിക്കുക. അശ്രദ്ധ വരുത്തി വെച്ച വിനയ. കമ്പനിയിൽ ഇല്ലീഗലായി നടന്നിട്ടുള്ള ബിസിനസ്സുകളുടെ എല്ലാം ഡീറ്റെയിൽസ് ഒരു ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്നു. രവിചന്ദ്രന്റെ മകൾ ദിയ അത് അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് CCTV പരിശോധിച്ചപ്പോ കണ്ടെത്തി. വാസുദേവൻ സാറും അത് കണ്ടതാ. അതിന്റെ പേരിൽ ദിയയുമായി ഒരു വാഗ്വാദം ഉണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ അച്ഛനും മകളും കൂടി കുടിലമായ കളികളാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി ഈ വിധത്തിൽ തകർച്ചയിൽ എത്തിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരും കൂടിയാ. ഉദ്ദേശങ്ങൾ പലതും ഉണ്ടായിരിക്കണം. ഈ കമ്പനി അടച്ചുപൂട്ടി അവര് സ്വന്തമായിട്ട് മറ്റൊരു കമ്പനി ആരംഭിക്കും. സകല കുറ്റങ്ങളും വാസുദേവൻ സാറിന്റെ തലയിൽ കെട്ടിവെച്ച് കുറ്റവാളിയാക്കി ജയിലിൽ അടപ്പിച്ചാൽ സകല തടസ്സങ്ങളും നീങ്ങിക്കിട്ടുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാ അവരുടെ എല്ലാ പ്രവൃത്തികളും. അപ്പോ ഈ കേസ് നടത്തണമെങ്കിൽ കഠിനമായ അധ്വാനം തന്നെ വേണ്ടിവരും. അതെ മാഡം, ഈ കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഈ ഫയൽ ഞാൻ മാഡത്തിനെ ഏൽപ്പിക്കുന്നത്. ശരിയാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് താങ്കൾ എനിക്ക് തന്നിരിക്കുന്നത്. കേസ് നടത്താൻ ഇപ്പൊ എനിക്കൊരു ധൈര്യമായി. ഏത് വിധത്തിലും വാസുദേവൻ സാറിനെ അകത്താക്കാനുള്ള പ്ലാനാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ വഴികളും അവരൊരുക്കി വെച്ചിട്ടുണ്ട്. അവരൊരുക്കി വെക്കട്ടെ, പക്ഷെ പ്ലാനുകളൊക്കെ തിരിച്ചടിക്കാതിരിക്കാനുള്ള വഴികളൊന്നും അവരൊരുക്കി വെച്ചിട്ടില്ല. ആ വഴി അടഞ്ഞു തന്നെ കിടക്കും. അച്ഛനെ പൂട്ടിയിടണമെന്ന് അവര് പ്ലാൻ ചെയ്തിരിക്കുന്നിടത്തേക്ക് തന്നെ ഞാൻ അവരെ പറഞ്ഞയക്കും. ഇനി അവർക്കുള്ള ദിവസങ്ങളാ വരാൻ പോകുന്നത്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു. May I come in, sir? Yes, come in. ഇരിക്കെ. താങ്ക് യു, സർ. സാർ ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ച ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഗുഡ്, പറയൂ. സാറിന്റെ നിഗമനങ്ങളെല്ലാം കറക്റ്റാണ്, സർ. സാറ് നോട്ട് ചെയ്ത നമ്പർ ക്രൈം നടന്ന 2 ടവർ ലൊക്കേഷന്റെ പരിധിയിലും വന്നിട്ടുണ്ട്. അതായത് രാത്രിയിൽ കത്തിക്കുത്ത് നടന്ന സ്ഥലത്തും അതിരാവിലെ ബോഡി കത്തിക്കരിഞ്ഞ് കണ്ട സ്ഥലത്തും ഈ നമ്പറിന്റെ സാന്നിധ്യം വ്യക്തമായി കാണാം. ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കോൾ ഹിസ്റ്ററി വ്യക്തമായി ചെക്ക് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ
ഈ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഇതിനു മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ഇതിന്റെ ഉടമയെ കണ്ടുപിടിക്കാമായിരുന്നു അല്ലടോ? അതെ സർ. അപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കള്ളന്മാരൊക്കെ ഉണ്ട്. ആ നമ്പറിനെ ബേസ് ചെയ്ത് പിന്നെന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടി? ഈ നമ്പർ ഉപയോഗിച്ച ആളിന്റെ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ആരാണ് അയാൾ? വൺ മിസ്റ്റർ മുജീബ്. മുജീബ്. ഫുൾ അഡ്രസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട് സർ. ഇനി അതർ ഫൈൻഡിങ്സ്? ഈ മുജീബ് എന്ന വ്യക്തി മരിച്ച വിവേകിനെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അതിനു മുൻപുള്ള ദിവസങ്ങളിലും അവർ തമ്മിൽ നിരവധി തവണ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ മുജീബിന് നമ്മളൊരു വിരുന്ന് അറേഞ്ച് ചെയ്താൽ ചിലതൊക്കെ നമുക്ക് കിട്ടും അല്ലേ? അതെ സർ. ആ വീഡിയോ അയച്ച നമ്പറിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ആ നമ്പർ എടുത്തിരിക്കുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ പേരിലാണ്. പക്ഷെ ഇപ്പോ ആ നമ്പർ ആക്റ്റീവ് അല്ല. അത് ശകലം കുഴഞ്ഞ കേസാ അല്ലേ? അതെ സർ. ആ നമ്പർ കൊല നടന്ന് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ആക്റ്റീവായിരുന്നത്. മുജീബിന് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒരുപക്ഷെ കുറച്ച് തെളിവുകൾ കൂടി കിട്ടാൻ സാധ്യതയുണ്ട് സർ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ നേരിട്ട് വന്ന് അറിയിക്കണം. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ. ആ വരൂ, ഇരിക്കൂ. നിങ്ങൾ പറഞ്ഞ കാര്യം ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ആരും എതിര് പറഞ്ഞില്ല. ലക്ഷ്യം നേടാൻ ഏത് മാർഗവും നോക്കാം എന്ന നിലപാടിലായിരുന്നു എല്ലാരും. സന്തോഷം. രവിചന്ദ്രൻ ആള് കണ്ണിങ് ആണെന്നാണ് എല്ലാവർക്കും ഉള്ള പൊതുധാരണ. ഈഗോയും ധാർഷ്ട്യവും അയാളുടെ പ്രകൃതത്തിൽ തന്നെയുണ്ട്. ഒരിക്കൽ മെറ്റീരിയൽസ് ഡെലിവറി നടക്കാത്തതിനെ കുറിച്ച് സംസാരിക്കാൻ ചെന്ന ഇവിടുത്തെ അക്കൗണ്ടന്റിനോട് വളരെ പരുക്കനായോ അപമര്യാദയോടെയും പെരുമാറി. ഇതൊക്കെ ചർച്ചയ്ക്കിടെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഇങ്ങനെയുള്ള ആളെ ഒരു കുറ്റബോധവും കൂടാതെ ഏത് വിധത്തിലും ഡീൽ ചെയ്യാമെന്ന ഒരു പൊതു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയായിരുന്നു. ഈ ഫയലിനകത്ത് അയാളെ കൊടുക്കാൻ തക്കമുള്ള സകല തെളിവുകളും ഉണ്ട്. ഈ പെൻഡ്രൈവ് രവിചന്ദ്രന്റെ മകൾ ദിയയുടെ വിക്രയകളാണിതിൽ. ഇതിന്റെ ബലത്തില് അയാള് ഞങ്ങൾക്ക് വഴങ്ങി തന്നാലും ഈ നീചപ്രവൃത്തി ചെയ്തതിന് അയാളെ വെറുതെ വിടരുതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാനും ഇത് കണക്കൂട്ടുന്നുണ്ട്. ഈ കേസിൽ അയാൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയാണ്. എന്റെ കക്ഷിയായ വാസുദേവ് എന്റെ ഫാദർ ഇൻ ലോ ആണ്. ഓഹോ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അച്ഛനെ അവരെ ക്രൂരമായി വഞ്ചിക്കുകയായിരുന്നു. കള്ളവും ചതിയും ഒന്നും തിരിച്ചറിയാൻ അച്ഛന് കഴിഞ്ഞില്ല. അച്ഛനെ കമ്പനിയിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ പല വഴികളിൽ കൂടി പലരെ കൊണ്ടും കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. പല വെട്ടിപ്പുകളും അച്ഛന്റെ ചുമലിൽ വെച്ചുകെട്ടാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല അവർക്ക്. വിശ്വാസവഞ്ചകനാണെന്ന് പത്രത്തിലൂടെ വരെ പ്രചരണം നടത്തി. ഓഹോ, ഇത്രയൊക്കെ ക്രൂരതകൾ അവര് ചെയ്തോ? കൊല്ലുമെന്നും വീടടക്കം കത്തിക്കുമെന്നും ഒരു ഗുണ്ടയെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. എന്നിട്ട് ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ? എന്തിനാ? ഈ പോലീസുകാർ അവരെ ഒന്നും ചെയ്യില്ല. എത്ര അനുഭവങ്ങളാ എനിക്കുണ്ടായിട്ടുള്ളത്. വാസുദേവ് ഇപ്പോ ഓഫീസിൽ പോവാറില്ലേ? എന്തുപറ്റി? ശരണ്യ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ചോദ്യം അലോസരപ്പെടുത്തിയോ? എല്ലാ ഭാഗത്തുനിന്നും ഭീഷണി ഉയർന്നപ്പോ അച്ഛൻ താൽക്കാലികമായി നാട് വിട്ടുപോയി. എങ്ങോട്ട് അറിയില്ല. ഡോണ്ട് വറി, താൽക്കാലികമായിട്ടല്ലേ വരുമല്ലോ. എന്നെയും കുടുംബത്തെയും വേറെ പല വിധത്തിലും രവിചന്ദ്രന്റെ മകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ടാൽ അവിശ്വസനീയമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരണ്യ പറയുന്നത് സത്യമാണെന്ന്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിനും ഈ ഫയലുകൾ കൈമാറിയതിനൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്നെയും എന്റെ കുടുംബത്തെയും അടിമുടി മുറിവേൽപ്പിച്ച് ആ അച്ഛനെയും മകളെയും ഒരു പാഠം പഠിപ്പിക്കണം. നിയമത്തിന്റെ കൈകൾക്കുള്ളിൽ അവരെ അകപ്പെടുത്തണം. അഴികൾക്കുള്ളിൽ അവർ വീണ് കിടക്കുന്നത് കാണും വരെ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ശരണ്യയുടെ ആ തീരുമാനത്തോട് 100% ഞാൻ യോജിക്കുന്നു. അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് എന്ത് പിന്തുണ വേണമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും.